വാറ്റ് റേറ്റ് പൊതുവെ ഏതിനൊക്കെയാണ് റേറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതോടുകൂടി നമുക്ക് സെക്ഷൻ 1 അവസാനിച്ചു എന്ന് പറയാം. അപ്പോൾ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞു ജനറൽ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് 5% ആണ്. പിന്നെ ചില കാര്യങ്ങൾക്ക് 0 റേറ്റ് ഉണ്ട്, ചിലത് പരിപൂർണമായിട്ട് എക്സംപ്റ്റ് ആണ്, ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഗതി ടാക്സബിൾ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ ഗുഡ്സും സർവീസും വരും എന്നുള്ള കാര്യം ആദ്യം ആലോചിക്കുക. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ അല്ല ടാക്സ്, പ്രൊഡക്റ്റ് പോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും എന്തുണ്ട്, ഈ വാറ്റ് അപ്ലിക്കബിൾ ആണ്. ആക്ച്വലി വാറ്റ് എന്നാണ് പേരെങ്കിലും ഇതൊരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജനറൽ ഇൻഷുറൻസ്, അത് ഫോർ എക്സാമ്പിൾ വെഹിക്കിൾ, മെഡിക്കൽ ഇൻഷുറൻസ്, നമ്മൾ വണ്ടിക്കൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നില്ലേ, അതിനൊക്കെ എന്തുണ്ട്, ടാക്സ് അപ്ലിക്കബിൾ ആണ്, 5% ആണ് വരിക. ലൈഫ് ഇൻഷുറൻസിന് എക്സംപ്റ്റ് കാറ്റഗറിയിലാണുള്ളത്. ഈ റേറ്റ് പല കാലങ്ങളിൽ ഗവൺമെൻറ്റിന് മാറ്റാനും മറിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിത് അവതരിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ റേറ്റ് അപ്ലിക്കബിൾ ആകാം, പിന്നീട് നോക്കുമ്പോൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകാം. അതാത് സമയത്ത് വാറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് തരുന്ന നോട്ടിഫിക്കേഷൻസോ ഗവൺമെൻറ് ഇറക്കുന്ന സർക്കുലറോ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അത് അപ്ഡേറ്റ് ആവുക എന്നുള്ളത് വാറ്റ് മേഖലയിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ജനറൽ ഇൻഷുറൻസ് ടാക്സബിൾ ആണ്, അതുപോലെ ലൈഫ് ഇൻഷുറൻസ് എക്സംപ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്, ബാങ്കിൽ എന്തെങ്കിലും സർവീസസ്, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഉണ്ടാകും, ബാങ്ക് ചാർജസ് ഒക്കെ ഈടാക്കും, അതിനൊക്കെ എന്തുണ്ട്, 5% ടാക്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 100 dirhams ബാങ്ക് ചാർജ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 105 പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു 5% 5 dirhams എന്ന് പറയുന്നത് ടാക്സ് ഈടാക്കുന്ന ഫീ ബേസ്ഡ് ഉള്ളതാണ്. മാർജിൻ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ടാക്സ് ഇല്ലാത്ത ഒരു സംഗതിയാണ്. അഥവാ ഗവൺമെൻറ് ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് അതിന് ലാഭം എടുക്കുന്നുണ്ടെങ്കിൽ, ചാർജല്ല, ഫീസല്ല, ഒരു പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടാണ് അവർ അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ, മെയിനായിട്ട് ഗൾഫ് കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇസ്ലാമിക് ബാങ്കിങ് എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഉണ്ട്. ഈ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിലൊക്കെ അവർ ചാർജസോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റോ എടുക്കുന്ന മേഖലകളായിരിക്കില്ല. ചിലപ്പോൾ അതൊരു പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സംഗതി ആയിരിക്കും. അപ്പോൾ അതിനൊന്നും എന്തില്ല, അത് 0 റേറ്റഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് 0 റേറ്റഡ് ആണ്. നമ്മളിപ്പോൾ ചില മിക്ക പ്രൊഡക്റ്റും 5% ടാക്സിൽ വരുന്നതാണെങ്കിലും അതേ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സില്ല. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിലും ഒരു ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തില്ല, ടാക്സ് ഈടാക്കുന്നില്ല. എക്സ്പോർട്ട് നമുക്ക് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോഴും ടാക്സ് 0 റേറ്റഡ് ആണ് ടാക്സ്. ഇപ്പോൾ 0 റേറ്റഡും എക്സംപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. രണ്ടും എന്നാൽ എല്ലാത്തിനും എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ എല്ലാത്തിനും 0 റേറ്റഡ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറയും. അത് വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 0 റേറ്റഡ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ള ഐറ്റംസ് ഏത് ഗവൺമെൻറ്റിന് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനിലൂടെയോ ഒരു തീരുമാനത്തിലൂടെയോ എന്ത് ചെയ്യാൻ പറ്റും, അത് ടാക്സ് റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 5% അല്ലെങ്കിൽ ഏത് റേറ്റിലേക്കും, ഒരു 2%, 1% എന്നൊക്കെയുള്ള രീതിയിലേക്ക് റേറ്റ് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എക്സംപ്റ്റ് എന്ന് പറയുമ്പോൾ പരിപൂർണമായി ടാക്സ് നിയമത്തിൽ പെടുന്നേ ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. 0 റേറ്റഡ് ടാക്സ് നിയമത്തിൽ പെടുന്നതാണ്, തൽക്കാലം ഇപ്പോൾ ടാക്സ് വാങ്ങുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പം ട്രാവൽസൊക്കെ നടത്തുമ്പം ടിക്കറ്റൊക്കെ എടുക്കും, എയർ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അതൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നതെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനാണ്. അതുപോലെ കാർഗോ, നമ്മളതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് സപ്ലൈസ് ഓഫ് ഐഡൻറ്റിഫൈഡ് സീ, എയർ ആൻഡ് ലാൻഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ലാൻഡ് വഴിയോ എയർ വഴിയോ അതുപോലെ തന്നെ കപ്പൽ ഷിപ്പ് വഴിയോ ഒരു ഗുഡ്സ്, നമ്മളിപ്പോൾ പല കാർഗോ സർവീസസ് ഉണ്ട്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു രാജ്യത്തേക്ക് കൊറിയർ സർവീസൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മുടെ ഈ പറയുന്ന UAEയിലും എൻഡിങ് പോയിൻ്റ് മറ്റൊരു രാജ്യത്താണെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ അതൊരു ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ്റെ മീനിങ്ങിലേക്ക് വരും. അപ്പോൾ 0 റേറ്റഡ് ആണ്. ഇത്രയേ ഉള്ളൂ. എക്സ്പോർട്ട്, ഇൻ്റർനാഷണലി നടക്കുന്ന ഡീലിങ്സ്, ഇതൊക്കെ മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും 0 റേറ്റഡ് കാറ്റഗറിയിലാണ് ഉണ്ടാവുക. പിന്നെ ഐഡൻറ്റിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് പ്രഷ്യസ് മെറ്റൽ, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ 0 റേറ്റിലാണ് വരിക. ജ്വല്ലറി, ആഭരണം എന്നുള്ള രീതിയിൽ വാങ്ങുന്നതാണെങ്കിൽ പക്ഷേ ടാക്സ് കൊടുക്കേണ്ടി വരും 5%. പിന്നെ ന്യൂലി കൺസ്ട്രക്റ്റഡ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ സപ്ലൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി ഉണ്ടാക്കി, മെയിനായിട്ട് ഗൾഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും അറബിയുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരവിടെ ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തു,
എന്നിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് റെസിഡൻഷ്യൽ പർപ്പസിനാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ടാക്സ് 0 റേറ്റഡ് എന്നുള്ള കാറ്റഗറിയിലാണ് വരാം. അത് നേരെ മറിച്ച് അത് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ ടാക്സ് ലയബിലിറ്റി വരും, അത് 5% മാറും. പിന്നെ സെർട്ടൈൻ എഡ്യൂക്കേഷൻ സർവീസ്, സ്കൂൾ നടത്തുക, അതുപോലെ ട്യൂഷൻ സെൻറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും 0 റേറ്റിലാണ്. പക്ഷേ സ്കൂൾ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനൊരു സ്റ്റുഡൻസിനടുത്ത് ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷന് പുറമെ ഒരു എക്സ്ട്രാ കരിക്കുലം സംഗതികൾ, ടൂർ സംഘടിപ്പിക്കുക, പിക്നിക്കൊക്കെ സംഘടിപ്പിക്കുന്ന രീതിയിൽ സ്റ്റഡി ടൂർ, അപ്പോൾ ഒരു ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പം ടാക്സ് ബാധ്യത വരും. ഹെൽത്ത് കെയർ സർവീസ്, ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നമുക്ക് രോഗം വന്ന് ചികിത്സയ്ക്ക് പോകുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളൊരു കോസ്മെറ്റിക് സർജറി, നമ്മുടെ ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സംഗതിയാണ് ചിലപ്പോൾ ടാക്സ് ഈടാക്കപ്പെടും. അല്ലാതെ നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കാനോ നമ്മുടെ രോഗം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ പോകുമ്പം പലപ്പോഴും അതെന്ത് വരും, അത് 0 റേറ്റഡിലാണ് വരിക. അത് അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞ പോലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ള സംഗതിയൊക്കെ എക്സംപ്റ്റഡിലാണ് വരിക. റെൻറ്റിന് കൊടുക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി വരുമ്പോഴാണ് അത് 0 റേറ്റഡിലേക്കൊക്കെ വരുന്നത്. കൊമേഴ്സ്യലാകുമ്പോൾ അത് 5% എന്നുള്ള രീതിയിലേക്ക് നമുക്ക് സംഗതി പോകും. കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ 5% എന്നുള്ള രീതിയിലേക്കാണ്. ബെയർ ലാൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മിക്കവാറും ഗൾഫ് കൺട്രീസിൽ ഉണ്ടാകുന്നത്, ഒരുപാട് ഏരിയ മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്ന ആക്ടിവിറ്റീസിനൊക്കെ, അല്ലെങ്കിൽ അത് വിൽക്കുക, വാങ്ങുക, അല്ലെങ്കിൽ അവിടെയുള്ളൊരു ആക്ടിവിറ്റീസൊക്കെ എക്സംപ്റ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ ലോക്കൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് എക്സംപ്റ്റ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള ബസ്, ടാക്സി സർവീസൊക്കെ എക്സംപ്റ്റ് ആണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ 0 റേറ്റഡിലാണ് ഉള്ളത്. ഇത് ഒരു ഇൻക്ലൂസീവായിട്ടുള്ള, ഇതിന് പുറമെ കുറേ കാര്യങ്ങൾ നമ്മളൊരു കാറ്റഗറി എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏത് ടൈപ്പ് കമ്പനിയിലാണോ, ഏത് ടൈപ്പ് ബിസിനസ്സിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ഏത് ടാക്സബിൾ ആകുമോ, 0 റേറ്റഡ് ആണോ എക്സംപ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 95% കാര്യങ്ങളും നമുക്ക് പിന്നെ ടാക്സ് ലയബിലിറ്റി ഉള്ളതായിരിക്കും. ടാക്സിൻ്റെ എങ്ങനെയാണ് ടാക്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഔട്ട്പുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ്, അതുപോലെ ടാക്സ് ലയബിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടാക്സുമായി, വാറ്റ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടും, അതുപോലെ തന്നെ എങ്ങനെയാണ് വാറ്റ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും, വാറ്റ് രജിസ്ട്രേഷൻ ആരൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതും, ജനറൽ ടാക്സ് റേറ്റ് എന്താണ്, എങ്ങനെയാണ് UAEയിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ, GCCയിൽ മൊത്തത്തിൽ ഏതാണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം വാറ്റ് നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചിരിക്കുന്നത് GCCയുടെ ഈ 6 രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ അതാത് രാജ്യത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഈ സംഗതികൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും.